ആധുനിക മരുന്നുകളും പ്രാർത്ഥനകളും ഫലം കണ്ടു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ ആശുപത്രി വിട്ടു. ആഴ്ചകൾ നീണ്ടുനിന്ന ചികിത്സയ്ക്കൊടുവിലാണ് ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുത്ത് കുട്ടി ആശുപത്രി വിട്ടത്. 20 ദിവസത്തെ ചികിത്സ, അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം, ഒടുവിൽ പ്രതീക്ഷകൾക്ക് പുതുജീവൻ പകർന്നാണ് തിക്കോടി സ്വദേശിയായ 14 വയസ്സുകാരൻ ആരോഗ്യനില വീണ്ടെടുത്ത് ആശുപത്രി വിട്ടത്. പൂർണ്ണ ആരോഗ്യവാനായാണ് ആശുപത്രി വിടുന്നതെന്നും ഇനി രോഗാവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. കൺഫേംഡ് കേസിൽ ലോകത്ത് തന്നെ ഇതിനുമുമ്പ് 8 സർവൈവേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടി 9ാമത്തെ സർവൈവറാണ്. അപ്പോൾ അതിന് സാധ്യമായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങി 24 മണിക്കൂറിൽ തന്നെ അത് കണ്ടെത്താനും അതിന് ചികിത്സ ആരംഭിക്കാനും സാധ്യമായി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഏർലി ഡയഗ്നോസിസ്, ഏർലി ട്രീറ്റ്മെൻറ്റ്. പിന്നീടുള്ളത് നമുക്ക് മുമ്പ് മിൽറ്റിഫോസിൻ എന്നൊരു മരുന്ന് അവൈലബിൾ ആയിരുന്നില്ല, അതും ആരോഗ്യവകുപ്പ് ഇടപെട്ട് ഇപ്രാവശ്യം എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒത്തുവന്നു. ഈ എല്ലാ ഘടകങ്ങളും നമ്മുടെ ഈ കുട്ടിയുടെ റിക്കവറിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലേക്ക് തിരികെ എത്താനായതിന്റെ ആശ്വാസവും സന്തോഷവും കുട്ടിയുടെ മുഖത്തും വാക്കുകളിലും പ്രകടമായിരുന്നു. ഇവിടെ ചികിത്സ എന്ന ഡോക്ടേഴ്സിനെയും അതേപോലെ സിസ്റ്റേഴ്സിനെയും ഞാൻ അവരോട് ആദ്യം നന്ദി അറിയുന്നു. പിന്നെ അതേപോലെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും ഈ നിലയിലെത്താൻ സാധിച്ചത്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും വിഷമിച്ചൊരു സമയവും ഏറ്റവും സന്തോഷിച്ചൊരു സമയം കൂടിയാണ് ഈ ഒരു നിമിഷം. അങ്ങനെ അതുണ്ടെങ്കിൽ ഇത് വന്ന് ഡോക്ടർ കൗൺസിലിങ് കഴിഞ്ഞ സമയത്താണ് കറക്റ്റ് അറിയുന്നത്, ഇങ്ങനെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാകുന്നത്. അതുവരെ നമ്മൾ അമീബിൻ്റെ പ്രശ്നങ്ങളും മസ്ക് ജ്വരം എന്നെല്ലാം പറയുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് അത്ര കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടർ കൗൺസിലിങ്ങിനിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ജീവൻ പകുതി അവിടെ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു. പിന്നെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ മാനസാന്തരം വന്ന് പിന്നെ നമ്മളും അതിൽ പൊരുത്തപ്പെട്ട് കുറച്ച് റെഡിയായി വന്നു. ഈ നിമിഷത്തിൽ അതിയായ സന്തോഷം. നമ്മളെ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ജർമ്മനിയിൽ നിന്ന് അടിയന്തരമായി എത്തിച്ച മരുന്നുൾപ്പെടെ 5 മരുന്നുകളുടെ മിശ്രിതമാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. നെഗ്ലിരിയ ഫൗളറി PCR പോസിറ്റീവായ കേസുകളിൽ ആരോഗ്യനില വീണ്ടെടുക്കുന്നത് അത്യപൂർവമാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ മാസം 2-ന് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് 6-ാം തീയതിയായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിലായിരുന്നു. ജനം, കോഴിക്കോട്.